വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി എന്നുള്ളതാണ്. ലോഡ് ഷെഡിംഗ് തൽക്കാലം ഏർപ്പെടുത്തില്ല, പകരം ക്രമീകരണത്തിന് ബോർഡിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, റെക്കോർഡ് ഉപഭോഗമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിലേക്ക് എന്തായാലും പോകുന്നില്ല. മറ്റ് ബദൽ മാർഗങ്ങൾ എന്ത് സ്വീകരിക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ബോർഡിന് ലഭിക്കുന്നത്? അങ്ങനെ സംസ്ഥാനത്ത് എന്തായാലും തൽക്കാലം ലോഡ് ഷെഡിങ് ഇല്ല എന്ന വളരെ ആശ്വാസകരമായ വാർത്തയാണ്. അരമണിക്കൂർ പോയിട്ട് ഒരു 5 മിനിറ്റ് പോലും വൈദ്യുതി ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ നിലയ്ക്ക് വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു നിയന്ത്രണം വേണമെന്ന ആവശ്യം ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്മേൽ എന്തായാലും ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുന്നില്ല, പകരം ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകുന്നത്. പ്രശാന്ത്, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ എന്താണ്? വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. പ്രധാനമായും സംസ്ഥാനത്ത് ചൂട് വലിയ തോതിൽ ഉയർന്നതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം വലിയ തോതിൽ തന്നെ വർദ്ധിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പലയിടത്തും ഓവർലോഡ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ട്രാൻസ്ഫോമറുകൾക്ക് താങ്ങാൻ കഴിയാവുന്നതിലധികം ലോഡുണ്ടായി. അതുകൊണ്ട് തന്നെ പലയിടത്തും ട്രാൻസ്ഫോമറുകൾ തകരാറിലാവുകയും വൈദ്യുതി ബന്ധം സാരമായി തന്നെ ബാധിക്കുന്ന രീതിയിൽ സംസ്ഥാന വ്യാപകമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഉന്നത വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ചേർന്നത്. ഇന്നത്തെ യോഗത്തിൽ സംസ്ഥാനത്തെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി ഈ ഉയർന്ന ഉപഭോഗത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് വൈദ്യുതി ബോർഡ് മുന്നോട്ട് വെച്ചതെങ്കിലും സർക്കാർ അത് സ്വീകരിച്ചില്ല. പകരം ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സർക്കാർ വൈദ്യുതി മന്ത്രി KSEBയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടേക്കകം ഈ നിർദ്ദേശം സമർപ്പിക്കാനാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ബോർഡ് സർക്കാരിൻ്റെ മുന്നിലേക്ക് വയ്ക്കാൻ പരിഗണനയുള്ള, അല്ലെങ്കിൽ സർക്കാർ പരിഗണിക്കുന്നത് ഏതെങ്കിലും ചില മേഖലകളിലാണ് ഈ പ്രശ്നമുള്ളത്. അതായത് ട്രാൻസ്ഫോമറുകൾക്ക് വേണ്ട രീതിയിലുള്ള ശേഷിയില്ല, ഉയർന്ന ഉപഭോഗവും എന്നാൽ ട്രാൻസ്ഫോമറുകൾക്ക് അത് താങ്ങാൻ കഴിയാവുന്ന ശേഷിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിയന്ത്രിതമായ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. അതായത് അവിടങ്ങളിൽ ലോഡ് ഷെഡിംഗ് ആയിരിക്കില്ല, പക്ഷേ വൈദ്യുതി വിതരണം ഭാഗികമായെങ്കിലും നിർത്തിവെച്ച് അത്തരത്തിലൊരു ക്രമീകരണത്തിലേക്ക് പോകേണ്ടി വരും എന്നത് തന്നെയാണ്. അടുത്ത 15 ദിവസത്തേക്ക് ഈ സാഹചര്യം തുടരേണ്ടി വരും എന്ന് തന്നെയാണ് വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു സംസ്ഥാന വ്യാപകമായി സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ലോഡ് ഷെഡിംഗ് എന്ന ഒരു നിർദ്ദേശം KSEB മുന്നോട്ട് വെച്ചെങ്കിലും അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യും.